ഇപ്പോൾ ശ്രീ നജ്മുദ്ദീൻ അദ്ദേഹം ഈ പ്രദേശത്തുള്ളയാളാണെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ നജ്മുദ്ദീൻ, താങ്കൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്? പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഒരു 27 വയസ്സുകാരനെയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനാണ് ഇന്ന് ഇവിടെ മരിച്ചിട്ടുള്ളത്. ആന പിടിച്ചില്ല, ആദിവാസിയല്ല, ഒരു മനുഷ്യന്. അപ്പൊ അതിനൊരു പ്രതിവിധി എന്തായാലും ഇവിടുന്ന് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് ഈ ബോഡി ഞങ്ങൾ വിട്ടുകൊടുക്കൂല. താങ്കൾ ഈ പ്രദേശത്ത് താമസിക്കുന്നയാളാണോ? അതെ അതെ, ഞാൻ ചൂരമല താമസിക്കുന്ന ആളാണ്. അതെ, അപ്പോൾ ഇത് ഈ ബാലനെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലേ? ആ ബാലനെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പറഞ്ഞത് മലഞ്ചരക്കിന്റെ പരിപാടിയാണുള്ളത്. ഇന്നലെ എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് നജ്മുദ്ദീൻ? ഇന്നലെ രാത്രിയിലാന്ന് തോന്നുന്നുണ്ട്. അവർ പോണ വഴിയിലിട്ടിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നോ? അതെ 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 അതെ, ജോലി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാപ്പിയൂറി കഴിഞ്ഞിട്ട് പോണ ടൈമിലാണ് പിടിച്ചിട്ടുള്ളത്. കാടുമല്ല, ചായത്തോട്ടത്തിലാണ്. എസ്റ്റേറ്റിന്റെ ചായത്തോട്ടം, അതായത് നല്ല തോട്ടാണ്, ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത്. അതായത് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഇടം തന്നെയാണോ? അതെ അതെ, ജനങ്ങൾ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഇപ്പൊ അട്ടവിലൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാർ. എന്നാലും ഇവിടെ എന്താ പറയാ, തോട്ടം തൊഴിലാളികൾ ഉള്ള ഏരിയ ആണുള്ളത്. ഇദ്ദേഹം തോട്ടം തൊഴിലാളിയായിരുന്നോ? അല്ലല്ല, അവന് തോട്ടം തൊഴിലാളിയല്ല. അവന് ഇവിടെ കൂലിപ്പണിക്ക് പോണ ആളാണ്. കാപ്പി പൊറിക്കാനോ അതുപോലെ മുളക് പൊറിക്കാനൊക്കെ അങ്ങനെ പോണ ആളാണ്. അതെ, അപ്പൊ ഈ വീടിനടുത്ത് വെച്ചായിരുന്നോ ആക്രമണം? അതെ അതെ അതെ, വീടിന്റെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത്. അതായത് ബാലൻ വീട്ടിലേക്ക് പോകുന്നു, ആ വീട്ടിനടുത്ത് എത്താറാകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. റോട്ടിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഇതിൽ ദൃക്സാക്ഷികളായുണ്ടോ? അവര് കൂടെ ഉണ്ടായിരുന്ന അവന്റെ ബാക്കിലേക്ക് ഇത് ആദിവാസികളാണ്. അപ്പൊ അവന്റെ കൂടെ ഉള്ളവരൊക്കെ ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അവർ കണ്ടിട്ടുണ്ടല്ലേ? അവര് കണ്ടിട്ടുണ്ട്. ഇത് നിരന്തരം ഈ മേഖലയിൽ ആനയുടെ ശല്യം ഉള്ളതാണല്ലോ. ആനയുടെ മാത്രമല്ലാന്ന് തോന്നുന്നു. അല്ല, ആനന്റെ മാത്രല്ല, അപ്പൊ ആനന്നെ നമ്മുടെ ചൂരമല സ്കൂളിന്റെ അടുത്ത് വരെ ആന വരലുണ്ട്. ഡെയിലി ആനയാണ് ഇവിടെ ഉള്ളത്. അതിനാരും പ്രതികരിക്കുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ 4 ഫോറസ്റ്റുകാർ വരും, പടക്കം പൊട്ടിക്ക് ഇവര് വിടും. അതല്ലാതെ നിങ്ങളിത് ഈ ശല്യത്തെ കുറിച്ച് ഫോറസ്റ്റ് അധികൃതരോട് പറയുമ്പോൾ ഫോറസ്റ്റിലേക്ക് ഇന്നിപ്പോ ഒരു മാർച്ച് വരെ ഉണ്ട് ഈ തോട്ടം തൊഴിലാളികളത്. അതായത് ഒരു തോട്ടം തൊഴിലാളിനെ ഒരു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കടുവ ഓടിച്ചിരുന്നു. അപ്പൊ ഇന്ന് എസ്റ്റേറ്റിന്റെ ഇതില് അതായത് അവിടെയുള്ള പുത്തുമലക്കാർ മൊത്തത്തിൽ ഇന്ന് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഉണ്ട് 2 മണിക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോ എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ പറയുന്നത് എന്താണ്? ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞത് ആനനെ ഇവിടുന്ന് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് മഴക്കുവേടി വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുക, ഈ അപകടകാരിയായിട്ടുള്ള ആനനെ. നിങ്ങൾ ഈ പരാതി ബോധിപ്പിക്കുമ്പോൾ എന്താണ് വനംവകുപ്പ് അധികൃതരുടെ പ്രതികരണം സാധാരണയായി ഉണ്ടാകാറ്? തൊള്ളയിൽ തുണി തിരികിട്ട് നിൽക്കുക, ഒറ്റൊന്നും മുണ്ടണില്ല. 5 രൂപേന്റെ പടക്കം കൊണ്ടുവരും, എന്നിട്ട് നിങ്ങൾ പൊട്ടിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെയുള്ള ജനങ്ങളെ കയ്യിൽ കൊടുക്കും. താങ്കൾ ഇപ്പൊ ഉള്ളത് ഈ മൃതദേഹം കിടക്കുന്ന ഭാഗത്താണോ നജ്മുദ്ദീൻ? ഞാൻ അതിന്റെ തൊട്ടടുത്താണുള്ളത്. അങ്ങോട്ടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയോ? വനംവകുപ്പിന്റെ 4-5 ആൾക്കാരുണ്ട് ഇവിടെ. ജനങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കൂല. ഇതിനൊരു പ്രതികാരം കാണാതെ, ഞങ്ങൾ ഇതിന് ഒരു പ്രതിവിധി കാണാതെ ഇവരെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കൂല. അതായത് മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണോ? സമ്മതിക്കൂല. ശരി, നജ്മുദ്ദീനാണ് പ്രതികരിച്ചത്. അദ്ദേഹം പ്രദേശവാസിയാണ്. ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ്. പലതവണ പരാതി നൽകിയിട്ടും പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു നടപടിയിലേക്ക് പോയില്ല. ചില സമയത്ത് വന്ന് പടക്കം പൊട്ടിക്കും എന്നുള്ളതിനപ്പുറത്തേക്കൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ ജോലി കഴിഞ്ഞ്, കൂലിപ്പണി ചെയ്യുന്നയാളാണ്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായിട്ടുള്ളത് എന്നാണ് നജ്മുദ്ദീൻ. അദ്ദേഹം പ്രദേശവാസിയാണ്, ബാലകൃഷ്ണനെ അടുത്ത് പരിചയമുള്ള ആളാണ്. ഈ സമയത്താണ് അപകടമുണ്ടായിട്ടുള്ളത്. രാത്രി അതൊരു തേയിലത്തോട്ടമാണ് എന്ന് പറയുന്നു. ആ മേഖലയിലൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ബാലന്റെ വീടിന് അടുത്ത് വെച്ചായിരുന്നു ആക്രമണം. കൂടെ ആളുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഓടിക്കളഞ്ഞു എന്നാണ് നജ്മുദ്ദീൻ എന്നയാൾ പ്രദേശവാസി നമ്മളോട് പറഞ്ഞത്. ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം അവിടെ നിന്ന്, അത്തരമൊരു ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് സ്ഥിരമായി നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് ആ നാട്ടുകാർ പോകുന്നു എന്നുള്ളതാണ്.